ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൻ. ഇന്ന് നമുക്ക് ബീഫ് കൊണ്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം. ബീഫ് സമോസയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ചെറിയതായിട്ട് പൊടിച്ച് എടുത്തു വച്ചിരിക്കുന്നതാണിത്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത് സമോസയുടെ ഷീറ്റാണ്. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം നമുക്ക് വീട്ടിൽ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ കൊണ്ട് ചപ്പാത്തി പരുവത്തിൽ പരത്തിയെടുത്താലും മതി. ഗരം മസാല, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴറ്റാം. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. അധികം വെളിച്ചെണ്ണ കൂടിപ്പോകരുത്. നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. അവസാനമായി നമുക്കിതിലേക്ക് ഒരൽപ്പം ഗരം മസാലപ്പൊടി, ഒത്തിരി കൂടി പോകരുത്, അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്. ഇറച്ചിയിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് ഇടാൻ പാടുള്ളൂ. ഇറച്ചിയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ച് അവസാനം ഒഴിച്ചു കൊടുക്കാം. ഇത് ബീഫ് സമൂസയാണെങ്കിലും നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഗ്രീൻ പീസോ ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ ബീട്രൂട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ക്യാരറ്റും ബീട്രൂട്ടും ഒരല്പം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മതി. അങ്ങനെ നമ്മുടെ ബീഫ് സമൂസയുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഷീറ്റ്, നീളത്തിലുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കുമ്പിള് പോലെ ആദ്യം തന്നെ മടക്കിയെടുക്കാം. ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറയ്ക്കാം. അതിനുശേഷം ഇത് വെച്ചിങ്ങനെ മടക്കി മൂടാം. അതിനുശേഷം ഇതൊരു കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കി ഒട്ടിക്കാം. ഇങ്ങനെയാണ് നമ്മളിത് മടക്കുന്നത്. അങ്ങനെ നമുക്കിത് ഇങ്ങനെ മടക്കാം. ഒരു കുമ്പിൾ പോലെ കിട്ടും. അതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്സ് ഫില്ല് ചെയ്യാം. കോണിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യാം. ശേഷം ഇത് വെച്ച് ഇത് കവർ ചെയ്യാം. കവർ ചെയ്ത് ഇങ്ങനെ മടക്കി ഈ ബാക്കി വരുന്ന സൈഡ് നമുക്കൊരു വെള്ളത്തിൽ തൊട്ട് ഒട്ടിച്ചു വയ്ക്കാം. ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെ ഇവിടെ നമ്മുടെ സമൂസകളെല്ലാം പൊരിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാത്തിലും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചു. നമുക്കിനി ഓരോന്നായിട്ട് ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു.
ഓരോന്നായിട്ട് ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. രണ്ട് വശവും നന്നായിട്ട് വേവണം. അങ്ങനെ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.